ചെങ്കടൽ രണ്ടാക്കാൻ മോശയ്ക്ക് കഴിയത്തില്ല, മോശയുടെ വടിക്ക് കഴിയത്തില്ല, കൂടെയുള്ള ലക്ഷക്കണക്കിന് ജനത്തിനും കഴിയത്തില്ല. പക്ഷെ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നേ, വഴി തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്നേ. അടഞ്ഞു പോയ, തളർന്നു പോയ സാറായുടെ ഉദരത്തെ തുറക്കാൻ അബ്രഹാമിനോ വൈദ്യന്മാർക്കോ കഴിയത്തില്ല. കഴിയുന്നൊരു ദൈവമുണ്ടെന്നേ. ഇപ്പോൾ മരിക്കും, നാട് നീങ്ങുമെന്ന് ചിന്തിച്ച ഹിസ്കിയാവിന് ആയുസ് നീട്ടാൻ കൊട്ടാര വൈദ്യന്മാർക്ക് കഴിയത്തില്ല. കഴിയുന്നൊരു ദൈവമുണ്ടെന്നേ. ചില സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പൗലോസ്, ശീലാസ് എന്ന് ഇവിടുന്ന് ഇറങ്ങുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോ ദേ വാതിക്കൽ കാരാഗ്രഹ പ്രമാണി നിങ്ങളെ വിടാനായിട്ട് പറഞ്ഞേക്കും. ആര് പറഞ്ഞു? അധിപതികൾ, മജിസ്ട്രേറ്റ് പറഞ്ഞു നിങ്ങളെ വിട്ടേക്കാൻ. ഇന്നലെ കുറച്ച് മണിക്കൂർ മുമ്പ് വിധി കൽപ്പിച്ചവരോ, അടിക്ക, ജയിലിനുള്ളിൽ തള്ള എന്ന് പറഞ്ഞവരോ, നീതി നടത്താതെ ഞങ്ങളെ തള്ളിയിട്ടവരാണോ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്? എന്നാൽ ഒരു കാര്യം കൂടി കേട്ടോ, ഇന്നലെ ശിക്ഷ വിധിച്ചപ്പോ ഞങ്ങളൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ യഥാർത്ഥത്തിൽ റോമാ പൗരന്മാരാ. റോമാ പൗരന്മാരെ വിചാരണ കൂടാതെ ശിക്ഷിക്കാൻ ആരവർക്ക് അനുവാദം കൊടുത്തു എന്ന് അറിയണം. തങ്ങളെ കൊണ്ടുപോകാൻ വന്ന ജോലിക്കാർ തിരികെ പോയിട്ട് അവരോട്, അധിപതികളോട് പറഞ്ഞു അവർ റോമാ പൗരന്മാരാ. അധിപതികൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? റോമാ പൗരന്മാരെ ശിക്ഷിച്ചു എന്ന പേരിൽ തങ്ങൾക്ക് വീണ്ടും പ്രശ്നം വരാതിരിക്കാൻ അവർ ജയിലിലേക്ക് വന്ന് പൗലോസിന്റെയും ശീലാസിന്റെ ഇടയ്ക്ക് ക്ഷമ പറഞ്ഞു, നല്ല വാക്കു പറഞ്ഞു. എന്തു പറഞ്ഞു? നേരത്തെ എന്തൊക്കെ വാക്കായിരിക്കും വിളിച്ചേക്കുന്നത്? ആ നല്ല വാക്ക് ചിലത് തിരിയാൻ പോവുകയാണ്. ചില നല്ല വാക്ക് കേൾക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ, ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. മറിയുടെ അടുക്കൽ കർത്താവിന്റെ ദൂതന്മാരെ എന്നിട്ടൊരു വാക്ക് പറയുക, ദേ ലോകം അറിയേണ്ട ഒരു സുവാർത്ത, ഒരു നല്ല വാർത്ത, ലോകരക്ഷകൻ വരുന്നതായിരുന്നു ആ വാർത്ത. ഒരു സുവാർത്ത വരാൻ പോകുക, ഒരു നല്ല വാർത്ത വരാൻ പോകുക. നിന്നെ വേദനിപ്പിക്കുന്ന വാർത്തകൾ മാറ്റി വെച്ചോ.